ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ റമദാൻ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹോം ഡെക്കോറാണ്. നമ്മൾ റമദാനിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ് ആണ്. അപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ്. ഇതുകൊണ്ട് നമ്മളൊരു മൂൺ ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കൊരു ഹാഫ് മൂണ് വരച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം. എങ്ങനെയാണ് വരക്കേണ്ടതെന്നൊക്കെ അതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഫയർ ലൈറ്റ് ആണ്. ഇത് നമുക്ക് പുറത്തുനിന്ന് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇതൊരെണ്ണം എന്തായാലും മസ്റ്റായിട്ട് നമുക്ക് വേണം. ഫയർ ലൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഫയർ ലൈറ്റ് ഈ മൂണിലൊന്ന് ചുറ്റി കൊടുക്കണം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെറിയൊരു ലോക്ക് ഇട്ട് കൊടുത്തിട്ട് താഴോട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. ഈസി ആയിട്ട് ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിത് കളർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ ചുറ്റി കൊടുക്കാം. ഈ കളർ ചെയ്തെന്ന് വെച്ചിട്ടും പ്രശ്നമൊന്നുമില്ല. നമുക്കൊന്നും കൂടി ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ട് കളർ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. അതിൻ്റെ എൻഡിൽ നമുക്ക് ഇതുപോലെ ബാക്കിലോട്ടാക്കിയിട്ടൊന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിൻ്റെ ഓണും ഓഫില്ല ബട്ടണ് അത് മുകളിലോട്ട് ആവുന്ന രീതിയിൽ വേണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ ടാപ്പൊക്കെ ഒട്ടിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ മുകളിലോട്ട് സ്വിച്ച് ആവുന്ന രീതിയിൽ ഒട്ടിക്കണം. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ വൈറ്റ് പഞ്ഞിയാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. മൂണിൻ്റെ ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ പഞ്ഞി ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബോട്ടിലിൻ്റെ ഒരു ക്യാപ്പാണ്. ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ക്യാപ്പിൻ്റെ കളറ് നല്ല ഭംഗിയുള്ളൊരു കളറായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വേറെ സെപ്പറേറ്റ് കളറൊന്നും അടിച്ചു കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്യാപ്പിന് ഇതുപോലത്തെ കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റോ അല്ലെങ്കിൽ ഗോൾഡൻ കളറായിട്ടോ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ. ഇനി നമുക്ക് ഉണ്ടാക്കിയ മൂണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മൂൺ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. നൈറ്റിലാണ് ഇതിൻ്റെ വ്യൂ കാണാൻ നല്ല ഭംഗി. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ഡെക്കോറേറ്റാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.